കാണുമ്പം തന്നെ ഇതൊന്ന് കഴിച്ചേക്കാൻ തോന്നില്ലേ? അത്രയും ടേസ്റ്റാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അതെല്ലാം നല്ല തണുത്തിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഇതുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മളിപ്പം പുറത്തെ കടയിലൊക്കെ പോയിട്ട് നമ്മൾ വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പൈസയൊക്കെ ആവും. ഒരു 2, 3 പേരൊക്കെ ഒരുമിച്ച് പോയി കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബില്ലൊക്കെ വരും. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. എല്ലാവർക്കും ചേർന്ന് അടിപൊളിയായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾക്കിത് കോരി എടുക്കുന്ന കാണുമ്പം തന്നെ വായിൽ വെള്ളം വരുന്നില്ലേ? വരുന്നുണ്ട്, എനിക്കറിയാം തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. പെട്ടെന്ന് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഇതിനായിട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ഒരു തവി പാലൊഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മളിത് ആദ്യം തന്നെ തയ്യാറാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നെ ചേർക്കുന്ന സമയം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ ഒരു പാൻ വെച്ച ശേഷം ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചിട്ട് അത് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പാല് ഒന്ന് ചൂടായി വരുമ്പം നമ്മൾ ഇത് കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പാൽപ്പാടയൊക്കെ അല്ലെങ്കിൽ കെട്ടിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിവശത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി 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 എടുക്കണം കേട്ടോ. നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പഞ്ചസാരയുടെ അളവ് ഇച്ചിരി കുറച്ചത് കേട്ടോ. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും. ഞാൻ 2 മിനിറ്റ് അങ്ങനെ വെച്ചപ്പോൾ തന്നെ അതൊന്ന് നന്നായിട്ട് കട്ട പിടിച്ചു കേട്ടോ. അപ്പം അതൊന്ന് ഉടച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടി. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിന് തവി വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒത്തിരി തീ കൂട്ടി വെക്കരുത് കേട്ടോ. ആ പാനിൻ്റെ ആ അരുവശമൊക്കെ നന്നായിട്ട് ഇളക്കി 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 കൊടുക്കുക കേട്ടോ. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വീണ്ടും നമ്മളൊരു തവി വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് നല്ല രീതിക്കൊന്ന് കുറുകി വരണം. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി കുറച്ചൊന്ന് തണുത്ത ശേഷം ആ ചൂടൊക്കെ മാറിയ ശേഷം നമുക്ക് ഒരു ജാറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് 2 മിനിറ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം കേട്ടോ. ഇതിത്തിരി കട്ടിയായിട്ടാണ് ഉള്ളത്. അതിപ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കുമ്പോഴേക്കും അത് ഇച്ചിരി നല്ല ആവശ്യത്തിനുള്ള ലൂസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് 2 പൂവമ്പഴം എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് കൈതച്ചക്ക, അതുപോലെ തന്നെ നട്ട്സ് കുറച്ച് എടുത്തിട്ടുണ്ട്. അതിൽ ഉണക്ക മുന്തിരിയുണ്ട്, ബദാമുണ്ട്, പിസ്തയുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഏത് പാത്രത്തിലാണോ നിങ്ങൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രം എടുത്തിട്ട് ആദ്യത്തെ ലെയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ കരുതി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഉറുമാമ്പഴം, പിന്നെ അങ്ങനെ പപ്പായ, അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. ഉള്ള സാധനം വെച്ചിട്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ നമ്മൾ തയ്യാറാക്കുകയാണ്. ഫ്രൂട്ട്സ് കുറവായതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ കൂടെ നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പം എല്ലാം കൂടി ആകുമ്പം നല്ല ടേസ്റ്റാണ്. കൈതച്ചക്കയുടെ ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ഈ സാധനങ്ങളൊക്കെ കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി രണ്ടാമത്തെ ലെയറും കൂടെ സെറ്റ് ചെയ്യാണ്. അതിൻ്റെ മേലേക്കും കൂടി നമ്മൾ ഒഴിച്ചെടുക്കുകയാണ്. വീണ്ടും അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ അതിൻ്റെ മേലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയും പണികളൊക്കെ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. എപ്പോഴും നമ്മൾ വൈകുന്നേരങ്ങളിൽ നമ്മളിത് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കുന്നതായിരിക്കും നല്ലൊരു ടേസ്റ്റ് കേട്ടോ.
അത്യാവശ്യം തണുപ്പോടുകൂടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. തണുപ്പ് ഇഷ്ടമല്ലാത്തവർക്ക് ഒരു മീഡിയം രീതിയിൽ തണുപ്പിച്ചിട്ട് കഴിച്ചാൽ മതിയാവും. വീണ്ടും നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള ആ ഒരു മിക്സും കൂടെ ഒന്ന് കൊടുക്കാം കേട്ടോ. നമ്മൾ അതിൻ്റെ ഇടയിൽ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാണ്. ബാക്കിയും കൂടെ അതിൽ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ടീസ്പൂണ് പഞ്ചസാര അധികം എടുത്താൽ മതിയാവും. അതല്ല ഒരു മീഡിയം മധുരം മതിയെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും കേട്ടോ. ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ ആ മിൽക്ക് മെയ്ഡ് ചേർത്ത കാര്യം വിട്ടുപോയതാണ്. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പം ഒരു 1-1.5 ടേബിൾ സ്പൂണോ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ കംപ്ലീറ്റും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഡെക്കറേഷൻ പരിപാടി കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതൊക്കെ ഒന്ന് അലങ്കരിച്ചെടുക്കാം കേട്ടോ. ഞാനിത് ഇവിടെ ഒരു വൈകുന്നേരമാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഞാൻ കഴിക്കാനുള്ള ഒരു ഇത് കൊണ്ട് ഒരു 2-3 മണിക്കൂർ മാത്രമേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. പിന്നെ വേഗം ഇങ്ങോട്ട് എടുത്തിട്ട് കോരി കഴിച്ചു. അപ്പം ഇച്ചിരി തണുപ്പൊക്കെ കുറവായിരുന്നു, അത്ര അധികം സെറ്റായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾ കുറച്ച് ഒരു 5-6 മണിക്കൂറെങ്കിലും വെക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ല കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം എന്നെപ്പോലെ ക്ഷമയില്ലാത്തവരാണെങ്കിൽ 1-2 മണിക്കൂറൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പം ഇത് ഈ ഒരു ഗ്ലാസ് ബൗളിൻ്റെ അടപ്പ് തന്നെയാണ് കേട്ടോ. അടപ്പ് മീൻസ് അതിൻ്റെ മൂടി തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇതില്ലെങ്കിൽ ഗ്ലാസ് പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് വെച്ചാലും മതിയാകും. പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ഒരു വെയിറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ട്. നമുക്കതൊന്ന് എടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഒരു ലൈക്കും കൂടെ അടിച്ചേക്കണം കേട്ടോ. ഇതുപോലത്തെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പറയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയുടെ താഴെ വന്ന് ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.